മഴക്കാലമായതുകൊണ്ട് തന്നെ മലമ്പുഴ ഡാം കാണാൻ വേണ്ടി വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ മലമ്പുഴ ഡാം കാണാൻ വന്ന് തെക്കേ മലമ്പുഴ ഭാഗത്തേക്ക് വരികയും പിന്നീട് നിരോധന മേഖലയായിട്ടുള്ള ഡാമിൻ്റെ റിസർവോയറിലേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ ഒരു പതിവായിരിക്കുകയാണ്. ഇത് വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഇന്നിപ്പോൾ പാലക്കാട് ഇരട്ടിയാലിലെ സ്വകാര്യ കോളേജിലെ ബിഫാം പഠിക്കുന്ന 7ാം സെമസ്റ്റർ വിദ്യാർത്ഥി ഷെമിൽ മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഈ നാട്ടുകാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും ഇവിടെ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുകയാണ്. സുരേഷ് ബാബു അല്ലേ? സുരേഷ് ബാബു, എൻ്റെ പേര് സുരേഷ് ബാബു. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ അപകടം ഉണ്ടാവാൻ കാരണം? യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇവിടെ വന്ന ജനങ്ങൾ വൈകിട്ട് മദ്യപിക്കുകയും അല്ലെങ്കിൽ കൂട്ടത്തോടെ വന്ന് കുളിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇവരെ ബോധവൽക്കരണം നടത്തുമ്പോൾ ഇവർ നമ്മുടെ അടുത്ത് തർക്കിക്കുകയും വരും. നിങ്ങളുടെ എല്ലാം അങ്ങളെ തോന്നിയത് ചെയ്യും പറയും. പക്ഷേ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കർശന നടപടി എടുക്കാത്ത കാരണം ഈ മലമ്പുഴ ഡാമിലേക്ക് ഞായറാഴ്ച ദിവസങ്ങളൊക്കെ മറ്റുള്ള ദിവസങ്ങൾ കണ്ടമാനം പേര് ഇറങ്ങി കുളിക്കുകയാണ്. റിസർവോയറിലേക്ക് ഇറങ്ങി കുളിക്കുകയാണ്. കുട്ടിമക്കൾ എല്ലാവരുമായിട്ട് ഇറങ്ങാൻ പാടില്ല നിയമമുണ്ട്. പക്ഷേ ആ ഒരു ബോർഡൊക്കെ പൊളിഞ്ഞു പോയി. ഈ കുളിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞവർ കേൾക്കില്ല. അപകട മേഖല എല്ലാവിടെയും മണലെടുത്ത് കുഴികൾ കണ്ടമാനുണ്ട്. നടക്കുമ്പോൾ ചെറിയ പക്ഷേ പെട്ടെന്ന് ചേറിൽ താന്നു പോലും. ഇഷ്ടംപോലെ ചേറും ചെളിയുള്ള ഡാമുകൾ പണ്ട് മണലെടുത്ത് കുഴികളൊക്കെ ഉണ്ട്. അപകട മേഖലയെന്ന് പറഞ്ഞാൽ ഇവർ അനുസരിക്കില്ല. പിന്നെ ഉത്തരവാദിത്തം ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണിത്. ഇഷ്ടംപോലെ 100-300 സെക്യൂരിറ്റികളുടെ അവിടെ കുറച്ച് പേര് എവിടെയും കൊണ്ട് നിർത്തി ഇവർ ആരെ ഇറങ്ങാണ്ട് വിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മരണം തടുക്കാൻ കഴിയും. ഇവിടെ കുഴികളും അതിനോടൊപ്പം തന്നെ കുറേ ചാലുകളുണ്ടോ? ചാലല്ല, പണ്ട് മണലെടുത്തതും കുഴികളായിട്ട് ഡാമാണ്. പല റിസർവോയിൽ പല കുണ്ടുകുഴി ഉണ്ടാവും. ഈ നടന്നു പോകുന്നവർക്ക് മുട്ടിന് വെള്ളം ഉണ്ടാവുള്ളൂ. പെട്ടെന്നായിരിക്കും അഗാധമായ കുഴിക്ക് വീഴുന്നത്. തൊട്ടപ്പുറത്ത് വീണ്ടും മേടായിരിക്കും, ചെളി ഉണ്ടാവും. ഇതിവർ നമ്മൾ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ അപകടമായ ഇഷ്ടംപോലെ ഭാഗങ്ങൾ നമ്മൾ മലമ്പുഴ ഡാമിലുണ്ട്. കഴിഞ്ഞ വർഷം 2 വിദ്യാർത്ഥികൾ മരിച്ച അതേ മേഖലയിലാണ് ഇപ്പോൾ ഈ ഷെമീനെ മരണം ഇപ്പോൾ ഈ നടന്നിരിക്കുന്നു. തൊട്ടപ്പുറത്ത് 4 പേര് ആ സ്പോട്ടുണ്ട്. അവിടെ 4 പേര് ഡോക്ടർമാരും കുട്ടികളടക്കം മക്കളടക്കം 4 പേര് മദ്രാസിൽ വന്നതിന് മരിച്ച സ്ഥലമാണ്. അത് മലമ്പുഴ ഡാമിൽ ഇടയ്ക്കിടയ്ക്ക് മരണം ഉണ്ടാകുന്നുണ്ട്. കർശനമായ ഉദ്യോഗസ്ഥന്മാരെ പോലീസുകാരുടെ ഭാഗത്തായാലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തായാലും കർശന നടപടി ഇത് വേണം. ഇല്ല ഇന്നത്തോടെ ഇത് കഴിഞ്ഞു, നാളെ വീണ്ടും ഒരു മരണത്തിന് ഇടയാക്കരുത്. രക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ നാട്ടുകാർ വർദ്ധിപ്പിക്കണം. ഒരാൾ ഡാമിലേക്ക് ഇറങ്ങാണ്ട് കുളിക്കാനും നോക്കിക്കഴിഞ്ഞാൽ ജീവൻ സംരക്ഷിക്കാൻ കഴിയും, എല്ലാവരും കഴിയും. നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. അതാണ്, ഇനി ഒരു അപകടവും മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിൽ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഈ നാട്ടുകാർ പ്രതികരിക്കുന്നത്. ഈ ഡാമിൻ്റെ റിസർവോയർ ഭാഗത്ത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പല മേഖലയിലും പണ്ട് മണലെടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള വലിയ കുഴികളുണ്ട്. ആ കുഴികളിൽ വലിയ ചേറും ചളിയുമുണ്ട്. അറിയാതെ ആരെങ്കിലും അങ്ങോട്ട് എത്തിയാൽ പിന്നീട് അവിടെ മുങ്ങി താഴുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന ആളുകളും അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും മലമ്പുഴ ഡാമിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ മലമ്പുഴ ഡാമിൽ പ്രത്യേകിച്ചും ഈ തെക്കേ മലമ്പുഴ ഭാഗത്തേക്ക് വരുമ്പോൾ വിനോദസഞ്ചാരികൾ ഈ നിരോധന മേഖലയിലേക്ക് ഇറങ്ങരുത്. അവരെ തടയുന്നതിന് വേണ്ടി സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.